ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കിടന്ന് ഉറങ്ങുകയാണ് അവിടെ. എൻ്റെ ശബ്ദം കേട്ടപ്പോൾ എഴുന്നേറ്റു. ഞാൻ വാതിൽ അടച്ചിട്ടേക്കാം ഫ്രണ്ടിൽ, കാരണം വലിയ കൊതുകാണ് ഇവിടെ. എറണാകുളം ജില്ലയിൽ ഡെങ്കിപ്പനി പടരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പേടിച്ചിട്ട് അടച്ചിട്ടേക്കാണ്. പക്ഷെ ഇപ്പോൾ എന്തോ കൊതുകിനെ കാണാനില്ല. കൊതുകുണ്ടെങ്കിൽ അവളങ്ങനെ ഉറങ്ങില്ല കേട്ടോ. അച്ചോ ശുന്തിരിക്കുട്ടി, എൻ്റെ ശബ്ദം കേട്ടപ്പോൾ കൊഞ്ചാണ് കേട്ടോ. ശുന്തിരി പെണ്ണ് ഉറങ്ങിക്കോട്ടോ. ഒരാളിവിടെ കാവലായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ വഴക്കൊന്നുമില്ല കേട്ടോ. ഇവളാണ് അങ്ങോട്ട് വഴക്കിടുക, കാരണം ഇവൾ ഗർഭിണിയാണല്ലോ. അപ്പോൾ അവൾക്ക് ഇഷ്ടമില്ല, ആൺപൂച്ചകളെ ഒട്ടും ഇഷ്ടമില്ല. അവൾക്ക് അമ്മിണിക്കുട്ടിയെ മാത്രം ഇഷ്ടമുള്ള അവളുടെ ചേച്ചിയാണല്ലോ. അമ്മിണിക്കുട്ടി പക്ഷേ പള്ളിയിലാണ്. പള്ളിയിൽ പ്രാർത്ഥനകളും ഇതൊക്കെ കുറവുള്ള ദിവസം എപ്പോഴും അമ്മണി പള്ളിയിലായിരിക്കും. ബുധനാഴ്ചയാണ് അവിടെ കൂടുതൽ പ്രാർത്ഥന, അപ്പോൾ അമ്മണി ഇങ്ങോട്ട് പോരും. പിന്നെ ഞായറാഴ്ച, അല്ലാത്തപ്പോഴൊക്കെ അമ്മണി അവിടെ ഇരിക്കുള്ളൂ. അമ്മണിക്ക് അതാ ഇഷ്ടം. പിന്നെ അമ്മണിക്ക് ഈ നമ്മുടെ മിന്നുക്കുട്ടനെ ഇഷ്ടമില്ല. അമ്മണി ഇതുവരെ പ്രസവിച്ചിട്ടില്ല കേട്ടോ. രണ്ടുപേരും ഒരു പ്രായമാണ്. അമ്മണിയും കുഞ്ഞിപ്പെണ്ണും ഒരു പ്രായമാണ്. എന്നുവെച്ചാൽ ചേച്ചി അനിയത്തിയും ഒരു പ്രസവത്തിലുണ്ടായവരാണ് ഇവർ. പക്ഷേ ഇവൾ രണ്ടാമത്തെയാണ്. അത് കണ്ടോ, വയറ് കണ്ടോ അവളുടെ. പക്ഷെ അമ്മണി ഇതുപോലെ ഒരു പ്രാവശ്യം പോലും പ്രസവിച്ചിട്ടില്ല. അവൾ ആൺപൂച്ചകളെയൊക്കെ കാണുമ്പോൾ ഓടി ഒളിക്കും. ഇവളാണ് കള്ളിപ്പെണ്ണ. രണ്ടാമതിരിക്കുകയാണ്. ആദ്യത്തെ മക്കളെയൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ് ഇങ്ങനെ കുഞ്ഞിപ്പെണ്ണായിട്ട്. ഞാൻ എന്നും പറയും ഇവിടെ പ്രസവിക്കാട്ടോ, ഞാൻ ബോക്സ് വെച്ച് തരാം എന്നൊക്കെ. ആർക്കറിയാം എന്താവും അവസ്ഥ എന്ന്. കുഞ്ഞിപ്പെണ്ണേ, ഈ ശുഞ്ചിരി പെണ്ണേ, തണുപ്പാണോ ഇന്ന് തണുപ്പായതുകൊണ്ട് എവിടെയും പോകില്ല. അല്ലെങ്കിൽ പ്രസവിക്കാനുള്ള സ്ഥലം അന്വേഷിച്ചിട്ട് എപ്പോഴും പോകട്ടാ. എന്തിനാ ചവിട്ടിയൊക്കെ അങ്ങനെ കാണിക്കണേ? നഖത്തിൽ കുടുങ്ങിയോ? കണ്ടോ, അവൻ കണ്ടോ, അവനിങ്ങോട്ട് കയറിയിരിക്കില്ല. ഞാൻ ഇവിടെ ചീത്ത പറയും അതുകൊണ്ട്.